എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. ഒന്നെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുമെന്ന് പറയുന്നത്. എന്ത് ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞാലും പ്രധാനമായിട്ടും നമ്മൾ ഓരോ രൂപയും നമുക്ക് ലാഭിച്ച് എങ്ങനെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു മാർഗ്ഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് എൻ്റെ പിന്നിൽ കിടക്കുന്ന പറഞ്ഞാൽ മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ EV സീരീസ് ഓഫ് ട്രക്കുകളാണുള്ളത്. ഇലക്ട്രിക് ട്രക്കുകളാണ്. ഈ ട്രക്കുകൾ നിങ്ങളുടെ ഫ്ലീറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ ലാഭമാക്കി മാറ്റാൻ പറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു സ്മോൾ കൊമേഴ്ഷ്യൽ ട്രക്കായിരിക്കും നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ എൻഡ് ടു എൻഡ് യൂസറിലേക്ക് സാധനം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന ചിലവുകൾ നിയന്ത്രിച്ചാൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഡീസൽ ട്രക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തേക്ക് നമുക്ക് അതിന് മാക്സിമം മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ ഡീസലിന് ഏകദേശം ഒരു 10-12 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പം അതിന് തന്നെ ഉണ്ടാകുന്നൊരു കോസ്റ്റ്, അതായത് നമുക്കൊരു 10 ലിറ്ററെങ്കിലും ഡീസൽ ഒരു ദിവസം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 1000-1200 രൂപയോളം നമുക്ക് അതിനകത്ത് ചിലവ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. ഇനി നമ്മളൊരു ഇലക്ട്രിക് ട്രക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മോണ്ട്രയുടെ നമ്മൾ EV സീരീസിൽ വരുന്ന ഒരു 32 കിലോവാട്ട് ബാറ്ററി വരുന്ന മോഡലാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ ചാർജിൽ നമുക്ക് ഏകദേശം 140 കിലോമീറ്ററാണ് റിയൽ ലൈഫിൽ നമുക്ക് ഓടാനായിട്ട് പറ്റുന്നത്. അതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 320 രൂപ മാത്രമാണ്. ഡീസലിന് 1000-1200 ആകുമ്പോൾ ഈ ഒരു ട്രക്കിന് വരുന്ന പറഞ്ഞാൽ വെറും 320 രൂപയാണ്. ഏകദേശം നമുക്കൊരു ദിവസം ഉണ്ടാകുന്ന ലാഭം 700 മുതൽ ഒരു 1000 രൂപ വരെയുള്ള ഡിഫറൻസുകൾ നമ്മുടെ കിലോമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ദിവസവും നമുക്ക് ഇത്രയും ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ മുതൽ 22,000 രൂപ വരെ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ബിസിനസ് ആകുമ്പോൾ പല വാഹനങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ 4-5 വണ്ടിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് 1 ലക്ഷം രൂപയുടെ ഒക്കെ സേവിങ്സ് അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ലോങ് ടൈമിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം പ്രോഫിറ്റ് നിങ്ങൾക്ക് നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്കിനി ഇലക്ട്രിക് ഈ ഒരു കിടക്കുന്ന വാഹനത്തിൻ്റെ വിശേഷമാണ് പറയുന്നത്. കാരണം നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്തുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ, ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും, ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഇനേബിൾ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. മോണ്ട്ര ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം. നമ്മൾ കുറച്ച് പേരെങ്കിലും മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക് ഓട്ടോകളിൽ കയറിയിട്ടുള്ളവരായിരിക്കും. നമ്മൾ റീസെൻ്റ്ലി കണ്ടുവന്നിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പേരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 125 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മുരുഗപ്പ ഗ്രൂപ്പ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കാലത്തേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ പലരും ഹെർക്കുലീസിൻ്റെ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി പോട്ടെ, പാരീസ് എന്ന് പറഞ്ഞൊരു പച്ച കളറുള്ളൊരു മുട്ടായി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതൊക്കെ ഈ മുരുഗപ്പ ഗ്രൂപ്പിന് അണ്ടറിലുള്ളതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് കൊറോമണ്ടൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ചോളമണ്ഡലം ഫിനാൻസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ ധാരാളം കമ്പനികളുള്ള വലിയൊരു കോൺഗ്ലോമറേറ്റ് ആണ് നമ്മുടെ ഈ ഒരു മുരുഗപ്പ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെയാണ് ഈ ഒരു മോണ്ട്ര ഇലക്ട്രിക് എന്ന് പറയുന്നത്. 2025 ഓട്ടോ എക്സ്പോയിലാണ് ശരിക്കും മോണ്ട്ര ഇലക്ട്രിക് അവരുടെ EV സീരീസിനെ അവതരിപ്പിക്കുന്നത് പറഞ്ഞാൽ ആദ്യം 40 കിലോവാട്ടിൻ്റെ ബാറ്ററി വരുന്നൊരു മോഡലാണ്. അതായത് ഈ 350L എന്ന് പറഞ്ഞൊരു മോഡലാണ് അവർ ആദ്യമായിട്ട് ഇറക്കിയെന്ന് പറയാം. ധാരാളം ബ്രാൻഡുകൾ ആ വാഹനം വാങ്ങിക്കുകയുണ്ടായി. നമുക്കറിയാവുന്ന ഒരുപാട് ബ്രാൻഡ്സ് അത് വാങ്ങിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പൗഡൻ റൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെള്ളക്കുപ്പി വിതരണ ഒരു കമ്പനിയുണ്ട് റൊമാനോ, അവർ ഈ ഒരു ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ പഴം പച്ചക്കറിയൊക്കെ തണുപ്പിച്ച് റെഫ്രിജറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കമ്പനി, അവർ ഓൾ ഇന്ത്യ തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. RE സസ്റ്റൈനബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവർ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്ലീറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കറിയാവുന്ന കുറേ കമ്പനികളൊക്കെ ഈ സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം കമ്പനികൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞാൽ പലർക്കും പല ബിസിനസ്സുകൾക്കും പല നീഡുകളാണ്. അപ്പം ഞാൻ ചെയ്യുന്നൊരു ബിസിനസ് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നൊരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാനുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലോഡായിരിക്കും എടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കേറ്റർ ചെയ്യാൻ പറ്റി മറ്റ് 2 മോഡൽ കൂടെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 50 കിലോവാട്ട് വരുന്ന ഒരു മോഡലും അതുപോലെ തന്നെ നമുക്കൊരു 32 കിലോവാട്ട് കുറച്ചുകൂടെ ദൂരം കുറഞ്ഞൊക്കെ ഓടാൻ പാകത്തിലുള്ള 32 കിലോവാട്ടിൻ്റെ ഒരു സീരീസുമാണ് ഇവരിറക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ EV സീരീസിന് തന്നെ 50 കിലോവാട്ട് വരുന്ന ഒരു മോഡലാണ് ഈ 350L+ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു മോഡലിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാഹനത്തെക്കുറിച്ച് പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യണം, ഒരു കൊമേഴ്ഷ്യൽ ട്രക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രക്ക് കേടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ അത് ആകപ്പാടെ ബാധിക്കും അല്ലേ? പ്രത്യേകിച്ച് പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ്, പഴം, പാല്, പച്ചക്കറി, മീനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിനകത്ത് വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നുണ്ട്. പക്ഷേ മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ ഈ ഒരു ഇലക്ട്രിക് സീരീസ് EV സീരീസിലേക്ക് വരുന്ന സമയത്തേക്ക് അതിൻ്റെ അപ് ടൈം കേട്ടാൽ നിങ്ങൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവും. 99.67%. അതായത് അത്രയും ബ്രേക്ക് ഡൗൺ സ്ട്രക്ചേഴ്സ് വളരെ കുറവുള്ളൊരു വാഹനമാണ്. അതായത് അപ് ടൈം എപ്പോഴും മറ്റുള്ള വാഹനങ്ങളെക്കാളും കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് മോണ്ട്രയുടെ ഈ ഒരു EV സീരീസ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം പറയാനുള്ളത് വാഹനത്തിൻ്റെ വാറണ്ടി ഫിഗേഴ്സാണ്. മോണ്ട്ര ഈ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് നൽകുന്ന വാറണ്ടി 7 വർഷമാണ്. അതോടൊപ്പം തന്നെ വാഹനത്തിനും 7 വർഷം വാറണ്ടി നൽകുന്നുണ്ട്. മോട്ടർ 3-in-1 കൺട്രോളർ, മോട്ടർ കൺട്രോൾ, ഇതെല്ലാം തന്നെ വാറണ്ടിയിൽ കവേർഡുമാണ്.
ഇതിനൊക്കെ പുറമെ 7 വർഷം വരെ നമുക്ക് AMC കൂടെ ലഭിക്കുമെന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കൊമേഴ്ഷ്യൽ ഇലക്ട്രിക് വെഹിക്കിളിന് വണ്ടി ഉൾപ്പെടെ ഇത്രയും ലോങ് ടൈം വാറണ്ടി നൽകുന്ന മോണ്ട്ര മാത്രമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ട്രക്കിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ്ങിന് ഒരു സമയമാണ്. ദീർഘദൂരം പോകുന്ന സമയത്തേക്ക് ഒരുപാട് നേരം ഇട്ട് ചാർജ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് 30 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ 32 കിലോവാട്ട് ബാറ്ററി ചാർജ് ചെയ്യാണ്ട് 1 മണിക്കൂറും 19 മിനിറ്റ് മതി എന്നുള്ളതാണ്. അതായത് നമ്മളൊരു 100 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചായ കുടിക്കുന്നൊരു സമയം അല്ലെങ്കിൽ ചെറിയ ലഘുഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് വാഹനം ചാർജ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നീ കിടക്കുന്ന പറഞ്ഞാൽ EVator സീരീസിൽ തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ്. 50 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ്. ഒറ്റ ചാർജിൽ 320 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് ഉള്ള റേഞ്ച് പറയുന്നത്. പക്ഷേ മോണ്ട്ര ഇതിൻ്റെ റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ ലൈഫ് റേഞ്ച് ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ 200+ കിലോമീറ്റേഴ്സാണ് അത് കിട്ടുകയും ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ദീർഘദൂര യാത്രകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഈ 350 എന്ന് പറഞ്ഞ മോഡൽ. 32 കിലോ വാട്ടാണ് എൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. റിയൽ ലൈഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 140 കിലോമീറ്ററാണ്. അപ്പം നമുക്ക് 140, 170, 200 ഇങ്ങനെ 3 കിലോമീറ്റർ റേഞ്ചിൽ ഓടാൻ പറ്റുന്ന ട്രക്കുകൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനങ്ങളുടെ പ്രത്യേകത നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഈ വാഹനം നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ഇതാ ഈ ഒരു കിടക്കുന്ന മോഡൽ ക്യാബിനും അതുപോലെ തന്നെ ഷാസിയായിട്ട് മാത്രം നമുക്ക് കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ ബിൽട്ടായിട്ട് നമുക്കിതിന് കണ്ടെയ്നർ ബോഡിയൊക്കെ ഉള്ള വാഹനം നമുക്ക് ഇറക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ട്രക്കാണ്. നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വളരെ നല്ലതാണ്. വൈറ്റ് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്സ് ഉള്ളൊരു ട്രക്കാണ്. ഇത് റോഡിൽ കൂടെ ഓടി വരുമ്പോഴത്തേക്കും നല്ല ഒഴുകി വരുന്ന ഒരു റോഡ് പ്രസൻസ് ഈ വാഹനത്തിന് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഗ്ലാസ് ഏരിയ കാണാം. അതുപോലെ 2 വൈപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ EVatorൻ്റെ ഒരു ബാഡ്ജിങ് EV എന്നുള്ളത് അതിനകത്ത് സ്പെസിഫൈ ആയിട്ടുണ്ട്. അത് കളർ വ്യത്യാസമുണ്ട്. EVator എന്ന് പറയുന്ന സീരീസിലാണ് ഇത് വരുന്നത്. ഇതാണ് മോണ്ട്രയുടെ ആ ഒരു ലോഗോ എന്ന് പറയുന്നത്. ഒരു പറക്കുന്ന പക്ഷി, ഒരു യന്ത്രപക്ഷിയെ പോലെയുള്ള ഒരു ലോഗോയാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു ലോഗോയാണ്. ഇനി ലൈറ്റ് പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ചേമ്പറിലേക്ക് വരുന്ന ലൈറ്റ്സ് കാണാം. ഒരു ഹൈ ഡെഫിനിഷനായിട്ട് വരുന്ന ലൈറ്റ്സ് ഇവിടെയുണ്ട്. അതുപോലെ നമുക്കൊരു ലോബിയും വരുന്ന ഒരു ഹാലജൻ യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതിനെ കാണാം. അതുപോലെ ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റാണ് ഈ വശത്തേക്ക് വരുന്നത്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ഒരു X എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്. 350X എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്. അത് കുറച്ചുകൂടെ ഒരു ലക്ഷറി സെഗ്മെൻറ്റ് വരുന്നൊരു വാഹനമാണ്. അതിലേക്ക് വരുമ്പം LED ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടുള്ളൊരു വാഹനമാണ് മോണ്ട്രയുടെ EVator എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്യാബിൻ്റെ ഡിസൈനൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ 90 ഡിഗ്രി ഓപ്പൺ ആയിട്ട് വരുന്ന ഡോറുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴോട്ട് വരുമ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. ക്യാബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ടയേഴ്സിലേക്ക് വരാം. ടയേഴ്സിലേക്ക് വരുമ്പോൾ 15 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതൊരു ട്യൂബുള്ള ടയറാണ്, റേഡിയലാണ് വരുന്നത്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ടയേഴ്സാണ്. അതായത് EV സ്പെസിഫിക് ആയിട്ടുള്ള ടയേഴ്സ് അല്ല, സാധാരണ ടയർ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിലെ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. അതുപോലെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്ലേറ്റ് ലോഡാണ് വരുന്നത്. പാരാബോളിക് ആയിട്ടുള്ള സസ്പെൻഷനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതൊരു ക്യാബിൻ ഓൺ ഷാസി ആയിട്ട് ബിൽട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ 10.3 ഫീറ്റിൻ്റെ ഒരു കണ്ടെയ്നർ ബോഡി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കവേർഡായിട്ട് വരുന്ന ക്യാബിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പണിതെടുക്കാം. അപ്പം മെയിനായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പറഞ്ഞാൽ ഒരു ലാഡർ ഓൺ ഫ്രെയിമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ലാഡർ ഫ്രെയിം ഷാസിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഷാസിയിലാണ് ബാക്കിയുള്ള അനുബന്ധ ഘടകങ്ങളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് നമുക്ക് ഒരു 1700 കിലോ ആണ് നമുക്ക് ഇതിനകത്തൊരു പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു അത്രയും കിലോ നമുക്കിവിടെ കയറ്റാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2000 മുതൽ 3000 കിലോസ് വരെ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റുന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൾക്കാർ കയറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന ഇവിടെയാണ്. 50 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണ് ബാറ്ററിയുടെ കെമിസ്ട്രി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP67 റേറ്റഡ് ആണ്. അതായത് ഡസ്റ്റ് പ്രൂഫ്, അതുപോലെ തന്നെ വാട്ടർ സ്പില്ലൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അത്യാവശ്യം വെള്ളക്കൊട്ടിൽ കൂടെയൊക്കെ നമുക്ക് ഓടിച്ചാലും ബാറ്ററി സുരക്ഷിതമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ 40 കിലോ വാട്ടിലേക്കും അതുപോലെ 32 കിലോ വാട്ടിലേക്കും വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഷേപ്പിലോ ഡിസൈനിലോ ഒന്നും യാതൊരു വ്യത്യാസമില്ല. ക്യാബിനൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ബാറ്ററിയുടെ പാക്കിൻ്റെ ഒരു ഏരിയ നമുക്ക്
കുറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാറ്ററിയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രനസ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 300 Nm ടോർക്ക് വരുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മോട്ടറാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് അത്യാവശ്യം എല്ലാ കയറ്റങ്ങളും കയറി പോകുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ഒക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നതെന്ന് പറയാൻ 3-in-1 കൺട്രോളറാണ് വന്നിരിക്കുന്നത്. അതായത് മോട്ടറിലേക്കുള്ള വയറുകളും നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള ഇൻപുട്ടുകളും വാഹനത്തിലുള്ള മറ്റുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള കൺട്രോൾസും എല്ലാം ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് പോകുന്നത്. അതുകൂടാതെ തന്നെ നമുക്കൊരു മോട്ടറിൻ്റെ കൺട്രോളറും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വശത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്പെയർ ടയറൊക്കെ നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ ബാക്ക് പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ അതിൻ്റെ മുകളിൽ നമുക്കൊരു കണ്ടെയ്നറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെക്കോ ബോഡിയൊക്കെ പണിത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഭംഗി നമുക്ക് മനസ്സിലാവുക. എന്നാൽ പോലും നമുക്കിവിടെ LED ആയിട്ട് വരുന്ന ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഡീഷണലി നമുക്ക് റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്തേക്കുള്ള സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഒരു കണ്ടെയ്നർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബോഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്ന് തിരിഞ്ഞൊന്നും നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ തൊട്ട് ബാക്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ നമുക്ക് ആ ഒരു പാർക്കിംഗ് സെൻസേഴ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ബിസിനസ് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഈ വാഹനത്തിൻ്റെ ബോഡിയെ നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ചാർജിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി ഞാൻ DC ചാർജിങ്ങിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷേ നമുക്ക് രണ്ട് തരത്തിലുള്ള ചാർജിങ് പോസിബിളാണ്. നമുക്കിവിടെ ഒരു റാക്കിലാണ് ഒരു ചാർജിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താക്കോലിട്ട് നമുക്കതിനെ പൂട്ടി സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. CCS2 ആണ് ഇതിൻ്റെ ഒരു ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ ഹോം ചാർജിങ്ങും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അല്ലെ DCയും അതുപോലെ തന്നെ ഹോം ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന 7.4 kW ഒരു ചാർജറാണ് ബേസിക്കലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 32 kW ഉള്ള വാഹനം നമുക്ക് ചാർജ് ചെയ്യാനായിട്ടൊരു 4 to 5 hours ആണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 40 ആണെന്നുണ്ടെങ്കിൽ 40 kW ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 6 hours, 50 kW ആണെങ്കിൽ 6 to 7 hours ആണ് വരുന്നത്. അപ്പം ഓൾറെഡി DC ചാർജിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇത് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു വാഹനമാണ്. കാരണം നമ്മൾ ദീർഘദൂരമൊക്കെ പോകുന്ന സമയത്തേക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് സെൻറ്ററിലേക്ക് നമ്മൾ കയറുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഹനം ചാർജ് എടുക്കാം. അതായത് 30 kW ചാർജർ നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ, 30 kW ചാർജിങ് സ്റ്റേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്ററായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് 32 kW ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 മണിക്കൂറും 19 മിനിറ്റും കൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പം മുകളിലോട്ടും അതിനനുസരിച്ചുള്ള ചെറിയ വേരിയേഷൻസ് മാത്രം ടൈമിൽ ഉണ്ടാവും. അതായത് 50 kW വരുവാണെങ്കിൽ 2 hours അടുത്ത് ചാർജിങ് ടൈം ഈ ഒരു വാഹനത്തിന് വരുന്നതായിരിക്കും. അടുത്ത ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 197 mm ആണ്. കാരണം വെച്ചാൽ ലോഡ് എടുക്കുന്ന ഒരു വണ്ടിയാകുമ്പോൾ അതനുസരിച്ചുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് എപ്പോഴും വാഹനത്തിന് ആവശ്യമാണ്. സസ്പെൻഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇതിനകത്ത് ഒരു പരാബോളിക് ആയിട്ടൊരു സസ്പെൻഷനാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2 യൂണിറ്റ് കാണാം. ഇത് 2 കൂളൻറ്റിൻ്റെ യൂണിറ്റാണ്. കൂളൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി കൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റും അതുപോലെ തന്നെ നമുക്ക് അനുബന്ധ ഘടകങ്ങൾ നമുക്ക് കൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ക്യാബിനിലേക്ക് പോകാം. ക്യാബിൻ്റെ വിശേഷങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാം. എന്നാലും അകത്തിരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള പരിമിതി കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് സ്പേസ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വാഹനത്തിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ ധാരാളം സ്പേസ് ഈ വാഹനത്തിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. 3 പേർക്ക് സുഖകരമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്യാബിനാണ്. ഇനി സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കൺസോളും ഒക്കെ നമുക്ക് ഡ്രൈവിൽ കവർ ചെയ്യാം. അപ്പം നമുക്കൊരു വാഹനം നമുക്ക് ഓടിച്ചു നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാബിൻ സ്പേസ് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ഭയങ്കര സ്പേസ് ആണുള്ളത്. പ്രത്യേകിച്ച് 3 പേർക്ക് സുഖകരമായിട്ടിരിക്കാം. നമുക്ക് ലെഗ് സ്പേസ് ആണെങ്കിൽ ഹെഡ് റൂം ആണെങ്കിലൊക്കെ ഉണ്ട്. ഒട്ടും കൺജസ്റ്റഡ് അല്ലെന്നുള്ളതാണ്. നല്ല സുഖകരമായിട്ടിരിക്കാൻ പറ്റുന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിത് ഇവിടെ ഇരുന്ന് നമ്മൾ റോഡിലേക്ക് നോക്കുമ്പോൾ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. റോഡിൻ്റെ ഏരിയയൊക്കെ കംപ്ലീറ്റ്ലി വിസിബിൾ ആണെന്നുള്ളതാണ്. അപ്പം ഇത് ഒരു നല്ല ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നുള്ളതാണ്. പിന്നെ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 വിരലിലാണെങ്കിൽ നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അത്രയും ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. റബ്ബർ പാഡായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. മോഡയുടെ ലോഗോയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നോർമലായിട്ടുള്ളൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വരുമ്പോൾ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുവാണെങ്കിൽ ഡിജിറ്റലായിട്ട് വരുന്നൊരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള ഒരു പാനലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് കുറേ പാരാമീറ്റേഴ്സൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വാഹനത്തിൻ്റെ സ്പീഡ് നമുക്ക് കാണാണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇപ്പോൾ 74% അതിനകത്ത് ബാറ്ററി റിമൈനിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് 177 കിലോമീറ്റർ അത്രയാണ് നമുക്കിനി ഓടാൻ പറ്റുന്ന ചാർജ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. അതായത് നമുക്കൊരു വൺ മോണ്ടർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഓണറിൻ്റെ മൊബൈലിലേക്ക് ആപ്പ് ഇട്ട് കഴിഞ്ഞാൽ
നമുക്ക് ഈവൻ ഈ ഒരു സ്ക്രീനിൽ ഇതിനകത്തുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അങ്ങോട്ട് മിറർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഓണറിനും റണ്ണിങ്ങിലിരിക്കുന്ന വണ്ടിയുടെ കണ്ടീഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ജിയോ ഫെൻസിങ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ, വാഹനത്തിൻ്റെ മറ്റുള്ള സ്റ്റാറ്റസുകളെല്ലാം മൊബൈലിൽ അറിയാൻ പറ്റും. ഹെൽത്തും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഡ്രൈവർ ബിഹേവിയർ, ഹാഷ് ബ്രേക്കിംഗ്, ഇതെല്ലാം നമുക്ക് ആ ഒരു വൺ മോണ്ടർ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കുന്ന ഓണറിനും വാഹനത്തെക്കുറിച്ച് നല്ലൊരു ധാരണ എപ്പോഴും കിട്ടുമെന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ട്രക്ക് ആയതുകൊണ്ടാണ് അതിനകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലാത്തത്. പക്ഷേ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഓൾറെഡി ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്പീക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് പോകാൻ പറ്റുന്നുള്ള സംവിധാനങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഏരിയയാണ്, നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്രൈവ് മോഡുകളെ കുറിച്ചാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഒരു റോട്ടർ സ്വിച്ച് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടോ, ന്യൂട്രൽ, അതുപോലെ തന്നെ സിറ്റി എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. പി എന്ന് പറയുന്ന പവർ മോഡ് അല്ലെങ്കിൽ ബൂസ്റ്റ് മോഡ് എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെയാണ് റിവേഴ്സ് വരുന്നത്. നമ്മളിപ്പോൾ സിറ്റി മോഡിലാണ് നമ്മൾ ഓടിക്കുന്നത്. സിറ്റി മോഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ 177 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ പവറിലേക്ക് നമുക്കൊന്ന് ടോഗിൾ ചെയ്യാം. കണ്ടോ, അപ്പോൾ റെഡ് കളറിൽ ആ പവർ എൻഗേജ് ആയിട്ടുണ്ട്. പവർ എന്ന് പറയുന്ന കേസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറ്റങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ടോർക്ക് വേണ്ട സമയത്താണ് നമ്മൾ പവർ മോഡ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം കുറച്ചും കൂടെ ലോഡൊക്കെ ഉള്ള വാഹനമാണെങ്കിൽ കയറ്റം കയറുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഡ്രൈവിനുള്ളൊരു മോഡല്ല. ഇപ്പോൾ നമ്മൾ ഇട്ട സമയത്ത് തന്നെ നമുക്ക് ഏകദേശം 20 കിലോമീറ്ററിന് ഒരു ഡ്രോപ്പ് ഉണ്ടായി. 155 കിലോമീറ്ററാണ് നമുക്ക് റേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആവശ്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ ഈ ഒരു സിറ്റി മോഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ മാസീവായിട്ടുള്ള ടോർക്കുണ്ട്. 300 Nm ടോർക്കാണ് നമുക്ക് ഈ ഒരു മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 107 ഹോഴ്സ് പവറാണ്. അതായത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ട്രക്കാണ് നമ്മുടെ EV8ൻ്റെ ഈ സീരീസ് എന്ന് പറയുന്നത്. നമ്മളിത് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡീസൽ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും പവർഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ പവർ ലിമിറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുന്ന സമയത്തേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റം കയറുക എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോർക്കും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞത് 300 Nm ടോർക്കാണ്. നമുക്ക് ഈ വാഹനം നിർത്തിയിട്ട് കയറ്റത്തിൽ നിന്ന് എടുക്കുകയാണ് 25% ഗ്രേഡബിലിറ്റി വരുന്നത്. ഇനി ഓടി വരുന്നൊരു വണ്ടി കയറ്റം കയറുവാണെങ്കിൽ 35% ഗ്രേഡബിലിറ്റി വരുന്നത്. കയറ്റം കയറുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഈ പറഞ്ഞ ഡീസൽ വാഹനം വലിക്കുന്നതിലും ഈ വാഹനം നമ്മൾ കൂടുതലായിട്ട് കയറ്റം വലിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വാഹനം പിന്നെ ഒരു കൊമേഴ്ഷ്യൽ വാഹനം ആയതുകൊണ്ട് ടോപ്പ് സ്പീഡൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 80 ലോക്ക്ഡ് ആയിരിക്കും കേട്ടോ. നമുക്കറിയാമല്ലോ കൊമേഴ്ഷ്യൽ വാഹനങ്ങളൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് 80 ലോക്ക്ഡ് ആണ്. ഈ വാഹനം ഈസി, നല്ല ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാല് എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്ററായിട്ടുള്ളൊരു ആക്സലറേഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് 80 കിലോമീറ്റർ നമുക്ക് ടച്ച് ചെയ്തതാണ്. ഒന്ന് ഓടിക്കാനായിട്ട് ഇവിടെ നോക്കിയിട്ട് കംപ്ലീറ്റ് ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാഹനം ഞാൻ ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആണ്. ഒരു കാർ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അത്രയും സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളമുള്ള വണ്ടിയാണ്. 4991 മില്ലിമീറ്റർ ഉണ്ട്. ഏകദേശം നമുക്കൊരു 5 മീറ്റർ നീളമുള്ളൊരു വാഹനമാണ്. പക്ഷേ ഒരു കൊച്ചു കാർ എങ്ങനെ ഓടിക്കുന്നോ അത്രയും സുഖകരമായിട്ട് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഏകദേശം കവർ ആയിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ 140 കിലോമീറ്റർ ഓടുന്ന ഒരു മോഡൽ, അല്ലെങ്കിൽ 170 കിലോമീറ്റർ, അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഈ മോഡൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ വാഹനം നമുക്ക് കേരളത്തിൽ എടുത്തിരിക്കുന്ന ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഓട്ടോബാനാണ് വരുന്നത്. വോൾട്ടിഗോ എന്നാണ് അതിൻ്റെ ഒരു ഡിവിഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ. അവരാണ് ഈ വാഹനം കേരളത്തിൽ വിൽക്കുന്നത്. 3 സ്ഥലത്താണുള്ളത്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലും അതുപോലെ കാലിക്കറ്റിലും. ഇങ്ങനെ 3 സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ സർവീസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സർവീസൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 99.67% ഈ വാഹനത്തിൻ്റെ അപ് ടൈം. അതായത് ഈ വാഹനം നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് റോഡിൽ കിടക്കുന്നത് കാണുക എന്ന് പറയുന്നത് നമുക്ക് മഷിയിട്ടാൽ നോക്കിയാൽ പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അത്രയും അപ് ടൈമുള്ള ഭയങ്കരമായിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് മോണ്ടോയുടെ ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിനകത്തും റീജനറേറ്റീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം ബ്രേക്ക് പിടിക്കുന്ന സമയത്തേക്ക് ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് കയറുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്കുണ്ട്. നമ്മൾ ലോഡൊക്കെ ആയിട്ട് ദീർഘദൂരം പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്കിംഗ് എഫക്റ്റ് ഒക്കെ വരുന്ന സമയത്തേക്കും നമുക്ക് വാഹനത്തിൻ്റെ ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് കയറും. അപ്പോൾ അത് നമുക്ക് റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇറങ്ങിപ്പോകുന്ന റേഞ്ച് കുറച്ച് തിരിച്ച് കയറുന്നതായിട്ടൊക്കെ നമുക്ക് ലോങ് റൂട്ടിൽ നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നമുക്ക് ഇതിൻ്റെ പ്രൈസും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. അതായത് EV8 സീരീസ് ആരംഭിക്കുന്ന 14.79 മുതലാണ് ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് ആരംഭിക്കുന്നത്. നമുക്ക് പിന്നെ പല കോൺഫിഗറേഷൻസിൽ കിട്ടും. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലറുമായിട്ട് സംസാരിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ളൊരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡെക്കോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമോ ഏത് മോഡലാണോ അതനുസരിച്ചുള്ള ഒരു പ്രൈസിങ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ബിസിനസ്സുകളും നമ്മൾ ലാഭത്തിലാക്കുന്നത് ഓരോ കോസ്റ്റും നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ്.
അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഇലക്ട്രിക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മോണ്ട്രയുടെ ഒരു ഇലക്ട്രിക് ട്രക്ക് EV2 സീരീസ് വരുന്ന ട്രക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലീറ്റിലേക്ക് എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് നന്നായിട്ടുള്ള രീതിയിൽ വളരട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.